ബാക്ടീരിയകൾക്ക് മരണമില്ലേ? ജീവനുള്ള വസ്തുക്കളെല്ലാം മരിക്കുമെന്ന് മതങ്ങൾ പറയുന്നത് കള്ളമാണോ? ഉസ്താദ് ഹൈതമിയും നിരീശ്വരവാദി മൈത്രേയനും തമ്മിലുള്ള സൗഹൃദ സംവാദത്തിലാണ് മൈത്രേയൻ പറയുന്നത് ബാക്ടീരിയകൾക്ക് മരണമില്ലെന്ന്. നമുക്കൊന്ന് കേട്ടുനോക്കാം. ബാക്ടീരിയ മരിക്കുന്നേ ഇല്ല, അല്ല ജനിച്ചതെല്ലാം മരിക്കും എന്ന് വേണ്ട പഠിപ്പിക്കുന്നതാണ്. ജനിച്ചതെല്ലാം മരിക്കത്തില്ല, ബാക്ടീരിയ മരിക്കില്ല. ബാക്ടീരിയ മൂക്കും രണ്ടാകും. കാരണം അവിടെ രണ്ടെണ്ണം ആകുക എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ജീവൻ അങ്ങനെ ഒരു 100-200 കോടി വർഷം ഓടിയതിന് ശേഷമാണ് രണ്ടുപേര് തമ്മിൽ ചേർന്ന് റോഡ് ക്രോസ് ചെയ്യാന്ന് വിചാരിച്ച് കയ്യേൽ പിടിച്ച് നടക്കാൻ നടക്കുന്ന തരത്തിലൊരു യോജിപ്പിൻ്റെ സ്ഥലം ഉണ്ടാക്കിയപ്പോഴാണ് രണ്ട് ചേർന്ന്. അപ്പം ചേർന്ന് ജീവിക്കുന്ന ലോകം വന്നപ്പോഴാണ് നമ്മൾ ഈ പറയുന്ന രണ്ടെണ്ണം ചേർന്നാൽ മെച്ചമാണെന്ന് കണ്ടുപിടിക്കുന്ന സാങ്കേതിക വിദ്യ ഉണ്ടാകുന്നത്. ആ സാങ്കേതിക വിദ്യ തന്നെയാണ് നമ്മൾ ലൈംഗികത എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടായി രണ്ടിനേക്കാളും മെച്ചപ്പെട്ട മൂന്നാമതൊന്നിനെ ഉണ്ടാക്കാൻ, ഇതിൽ നിന്ന് ഗുണപരമായും വ്യത്യസ്തപ്പെട്ടത് ഉണ്ടാക്കാൻ കഴിയുമെന്ന് കണ്ടുപിടിക്കുന്നതോടാണ് നേരത്തെ തമ്മിൽ ചേർന്നുണ്ടായതിനെ പിൻവാങ്ങുന്ന യുക്തി ലോകത്ത് വരുന്നത്. അതിനെയാണ് മരണം നമ്മൾ പറയുന്നത്. അല്ലാതെ മരണം എന്ന് പറയുന്നത് വ്യക്തിഗതമായി ജീവിച്ചിരിക്കുന്നു, ആത്മാവ് ജീവിച്ച് വീണ്ടും വീണ്ടും ജീവിക്കുന്നു എന്ന് പറയുന്ന യുക്തി ആവശ്യമേ ഇല്ല. മൈത്രേയൻ ഒരു വിശ്വവിജ്ഞാനകോശവും ഞാനൊരു സാധാരണ മനുഷ്യനുമാണ്. ഞാൻ പറയുന്നത് എൻ്റെ ബുദ്ധിയുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് സാധാരണ മനുഷ്യരുടെ കാഴ്ചപ്പാടാണ്. അതിനുശേഷം ശാസ്ത്രം പറയുന്നത് എന്താണെന്നും നമുക്ക് നോക്കാം. ഭൂമിയിൽ ബാക്ടീരിയ ഉണ്ടാകാൻ തുടങ്ങിയിട്ട് ഏകദേശം 350 കോടിയോ 400 കോടിയോ വർഷങ്ങൾക്ക് മീതിയായി കാണും എന്നാണ് ശാസ്ത്ര നിഗമനം. ബാക്ടീരിയ അത് എത്ര സൂക്ഷ്മജീവിയാണെങ്കിലും അവർക്ക് നാശം സംഭവിക്കാതിരുന്നാൽ അവയുടെ ബാഹുല്യ നിമിത്തം മറ്റു ജീവികളുടെ ഉൽപ്പത്തിയെയും നിലനിൽപ്പിനെയും അത് ബാധിക്കുമെന്നാണ് എൻ്റെ നിഗമനം. ബാക്ടീരിയകൾ കോശവിഭജനം നടത്തിയവ വംശവർദ്ധന ഉണ്ടാക്കുകയാണെങ്കിൽ മൈത്രേയൻ പറയുന്നത് പോലെ പിന്നെന്തിനാണ് 2 ബാക്ടീരിയകൾ റോഡ് കടന്നു പോകുമ്പോൾ കൈപിടിച്ച് മൂന്നാമതൊന്നുണ്ടാകുന്നത്? മാത്രമല്ല, ഇണചേർന്നുണ്ടാകുമ്പോൾ പുതിയൊരു ജീവി വർഗമല്ല ഉണ്ടാകുന്നത്, അതിൻ്റെ തന്നെ കോപ്പിയാണ്. അതുകൊണ്ടാണല്ലോ കനീകുസൃതി മറ്റൊരു ജീവി ആവാതിരുന്നത്. ഇനി ശാസ്ത്രം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ വിശ്വവിജ്ഞാന കോശങ്ങൾ ChatGPTയും ജെമിനിയും ഒക്കെയാണല്ലോ. എൻ്റെ അറിവ് പരിമിതമായതുകൊണ്ട് ഞാൻ മൈത്രേയൻ്റെ വീഡിയോ ജെമിനിക്ക് അപ്ലോഡ് ചെയ്തു കൊടുത്തു. എന്നിട്ട് ജെമിനി എനിക്ക് നൽകിയ മറുപടി ഇതാണ്. ജെമിനി പറയുന്നു, ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി പൂർണ്ണമായും തെറ്റാണെന്നാണ്. ഇതൊരു ശാസ്ത്രീയ സത്യത്തെക്കാൾ ജീവനെക്കുറിച്ചുള്ള ഒരു ദാർശനികപരമായ വ്യാഖ്യാനം മാത്രമായാണ് കാണാൻ കഴിയുന്നത് എന്നാണ്. ഇതിലെ പ്രധാന വസ്തുതാപരമായ പിഴവുകൾ താഴെ പറയുന്നവയാണ്. ബാക്ടീരിയകൾ മരിക്കുന്നില്ല എന്ന വാദം തെറ്റാണ്. ബാക്ടീരിയകൾ 2ആയി പിരിഞ്ഞാണ് പെരുകുന്നത് എന്നത് ശരിയാണ്. എന്നാൽ അതുകൊണ്ട് അവ ഒരിക്കലും മരിക്കില്ലെന്നോ അമരക്കാരാണെന്നോ അർത്ഥമില്ല. പോഷകങ്ങളുടെ കുറവ്, വിഷവസ്തുക്കൾ, ആന്റിബയോട്ടിക്കുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ കാരണം ബാക്ടീരിയകൾ നിരന്തരമായി നശിച്ചു പോകുന്നുണ്ട്. 2. മരണമെന്നത് ബഹുകോശജീവികൾ പരസ്പരം സഹകരിച്ചു തുടങ്ങിയപ്പോഴോ കൂട്ടായ്മ ഉണ്ടാക്കിയപ്പോഴോ മാത്രം ഉണ്ടായൊന്നല്ല. ഏകകോശ ജീവികളിൽ പോലും കോശങ്ങളുടെ സ്വാഭാവിക മരണവും നശീകരണവും ജീവന്റെ തുടക്കം മുതൽക്കേ ഉള്ളതാണ്. 3. ജീവികൾ തമ്മിലുള്ള സഹകരണത്തിൽ നിന്നുള്ള പിൻവാങ്ങലാണ് മരണമെന്ന ആശയം കേൾക്കാൻ കൗതുകകരമായ ഒരു തത്വചിന്തയാണെങ്കിലും ജീവശാസ്ത്രപരമായി കോശങ്ങളുടെയും ജീവികളുടെയും മരണം ജൈവ പരിണാമത്തിന് ആദ്യഘട്ടം മുതൽക്കേ നിലനിൽക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയാണ് എന്നാണ് ജെമിനി പറയുന്നത്. ജെമിനി പറയുന്നത് മൈത്രേയന്റെ ശാസ്ത്രമല്ല, ആധുനിക ശാസ്ത്രമാണ്. ചുരുക്കത്തിൽ ജീവന്റെ പരിണാമത്തെയും പരസ്പരാശ്രയത്വത്തെയും കുറിച്ച് കാവ്യാത്മകമായോ അല്ലെങ്കിൽ ആത്മീയമായോ സംസാരിക്കുന്ന രീതിയിലാണ് മൈത്രേയന്റെ പ്രസംഗത്തിലുള്ളത് എന്നാണ് ജെമിനി പറയുന്നത്. അല്ലാതെ ജീവശാസ്ത്രപരമായ അടിസ്ഥാനമില്ല അതിനെന്നാണ്. മറ്റൊന്ന്, ജീവന്റെ യഥാർത്ഥ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രത്തിന് ഇപ്പോഴും പൂർണ്ണ അറിവില്ല എന്നും നിഗമനങ്ങളിലാണ് ശാസ്ത്രം നിലനിൽക്കുന്നതെന്നുമാണ് ജെമിനി പറയുന്നത്. നിങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ ഇവിടെ കമന്റായി പങ്കുവെക്കാം.